വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ കത്തിന് അമിത്ഷായുടെ മറുപടി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും എംപിമാരോടൊപ്പം പ്രിയങ്ക ഗാന്ധി അമിത്ഷായെ കണ്ടത്. 2219 കോടി രൂപയുടെ കേന്ദ്ര ധനസഹായം അടിയന്തരമായി അനുവദിക്കണമെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തു നൽകുകയും ചെയ്തു പ്രിയങ്ക ഗാന്ധി. എന്നാൽ ഈ വിവരങ്ങൾ പരിശോധിക്കാമെന്നും നിലവിലെ സാഹചര്യം പഠിച്ച ശേഷം അടിയന്തരമായി മറുപടി നൽകാമെന്നുമായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക് അമിത്ഷാ നൽകിയ മറുപടി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് മറുപടി കത്ത് ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്നത്. ഈ കത്തിൽ വളരെ കൃത്യമായ ഒരു കാര്യം പറയുന്നു. സംസ്ഥാനത്തിന്റെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിശദമായ റിപ്പോർട്ട് അടുത്തിടെയാണ് കേന്ദ്രത്തിന് ലഭിച്ചത്. ദുരന്തം നടന്ന ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവ സ്ഥലത്തെത്തി. സംഭവസ്ഥലം സന്ദർശിച്ച പ്രധാനമന്ത്രി കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചു. എത്ര രൂപയാണ് നിങ്ങൾക്ക് വയനാടിന്റെ പുനർനിർമ്മാണത്തിന് ആവശ്യമെന്നതെന്ന് പ്രധാനമന്ത്രി ചോദിച്ചു. വയനാടിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്നും എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്തൊക്കെയാണ് ഇനി വേണ്ടതെന്നും വീടുകൾ പുനർനിർമ്മിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനും എത്ര കോടി രൂപ ആവശ്യമാണെന്നുമുള്ള വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാനാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത്. ഈ റിപ്പോർട്ട് സമർപ്പിച്ചാൽ പണത്തെക്കുറിച്ച് കേരളം ചിന്തിക്കേണ്ടതില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എന്നാൽ പ്രധാനമന്ത്രി നേരിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും 3.5 മാസക്കാലം വൈകിയാണ് സംസ്ഥാനം റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കത്തിൽ പറയുന്നു. ഗൗരവമുള്ള ഒരു കാലതാമസം തന്നെയാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വരുത്തിയത്. ബോധപൂർവമായ കാലതാമസം. ഈ കാലതാമസമാണ് ധനസഹായം വൈകാൻ കാരണം. അടുത്തിടെയാണ് തനിക്ക് ഈ വിശദമായ റിപ്പോർട്ട് ലഭിച്ചത്. നവംബർ 13 റിപ്പോർട്ട് ലഭിച്ചു എന്നാണ് നേരത്തെ ലോക്സഭയിൽ അമിത്ഷാ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അദ്ദേഹം പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയിരിക്കുന്ന മറുപടി കത്തിൽ പറയുന്നത് അടുത്തിടെ ഏറ്റവും അടുത്ത ഒരു സമയത്താണ് വിശദമായ റിപ്പോർട്ട്. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുണ്ടായ നാശനഷ്ടങ്ങളുടെ, നശിച്ച വീടുകളുടെ, നഷ്ടപ്പെട്ട ആളുകളുടെ മരണനിരക്കിന്റെ ഒക്കെ കൃത്യമായ കണക്ക് ഈ അടുത്തിടെയാണ് തനിക്ക് ലഭിച്ചത്. അത് ലഭിച്ച് അതിനെക്കുറിച്ചുള്ള പഠനം കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് കേന്ദ്രം പണം തരുന്നില്ല എന്നുള്ള ആക്ഷേപം നിരന്തരമായി സംസ്ഥാനം ഉന്നയിക്കുന്നത്. സംസ്ഥാനം ഈ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. എപ്പോഴാണ് കേന്ദ്ര സർക്കാരിന് വിശദമായ റിപ്പോർട്ട് സംസ്ഥാനം നൽകിയത്? പലതവണ ഈ വിഷയത്തിൽ കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുമ്പോഴും കേരളത്തിലുള്ള BJP നേതാക്കൾ, പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ ഈ വിഷയത്തിലെ കേരള സർക്കാരിന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒരിക്കൽ വളരെ കൃത്യമായി തന്നെ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു, കേന്ദ്രത്തിൽ നിന്ന് പണം ലഭിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിക്കണം. ഇത് സംബന്ധിച്ച് വിശദമായ പഠന റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പണം നൽകിയില്ല എന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. വളരെ വ്യക്തമായിരുന്നു സുരേഷ് ഗോപിയുടെ അന്നത്തെ നിലപാട്. അത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആവർത്തിക്കുന്നത്. കേന്ദ്രത്തിനെ പഴിചാരുന്ന സംസ്ഥാന സർക്കാർ സ്വന്തം ഉത്തരവാദിത്തം കാട്ടിയില്ല. ഒരു ദുരന്തമുണ്ടായി, സഹായം ആവശ്യപ്പെട്ടപ്പോൾ സഹായം നൽകാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടും, എത്ര രൂപ വേണമെങ്കിലും നൽകാമെന്ന് പറഞ്ഞിട്ടും അത് സംബന്ധിച്ച വിശദമായ പഠന റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കാൻ 3.5 മാസക്കാലം വൈകി. വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംസ്ഥാനത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ഭാഗത്തെ വീഴ്ച മറച്ചു വയ്ക്കാനാണ് കേന്ദ്രത്തിനെതിരെ നിരന്തരമായി ഇത്തരം അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും 2219 കോടി രൂപ നൽകാനാവില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നില്ല. പരമാവധി തുക കേരളത്തിന് അനുവദിക്കാമെന്നാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിനൊപ്പം കേന്ദ്രമുണ്ട്. ഈ കേരളത്തിലെ ഈ ദുരന്തത്തിൽ കേന്ദ്രം കൂടുതൽ സഹായങ്ങൾ നൽകും. നേരത്തെ ഈ ദുരന്തത്തെ ഗുരുതര ദുരന്തത്തിന്റെ പട്ടികയിലാണ് കേന്ദ്രം പെടുത്തിയിരുന്നത്. ഇതിനെ അതീവ ഗുരുതര ദുരന്തത്തിന്റെ പട്ടികയിൽ പെടുത്തണമെന്നാണ് പ്രിയങ്ക ഗാന്ധി നൽകിയ കത്തിലെ ആവശ്യം. അത് പരിഗണിക്കാമെന്ന് അന്ന് തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ നൽകിയ കത്തിലും കേരളത്തിന് ആവശ്യമായ അർഹമായ എല്ലാ സഹായങ്ങളും ഉടനടി അനുവദിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. കേരളത്തിന് പ്രതീക്ഷയുടെ വകയുണ്ട്. ഇനിയും കൂടുതൽ സഹായങ്ങൾ കേരളത്തിലേക്ക് കേന്ദ്രം നൽകുമെന്ന ഉറപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതേസമയം കേരളത്തിലെ MP-മാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രിയുടെ മുന്നിലെത്തി ആളാവൻ നോക്കിയ പ്രിയങ്ക ഗാന്ധിക്ക് ചുട്ട മറുപടി തന്നെയാണ് ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്നത്. കേരളത്തിലെ വയനാട് ഇപ്പോൾ ജയിച്ച് MP ആയ പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ നടപടിയായിരുന്നു
ഇക്കാര്യത്തിൽ ചുരൽമല അതുപോലെ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആവശ്യത്തിന് ധനസഹായം ലഭിക്കുക, അതിന് കേന്ദ്രമാണ് പണം നൽകാത്തത്. ആ കേന്ദ്രത്തിനെ ഞാൻ വിരട്ടി വയനാടിന്റെ പുതിയ ഝാൻസി റാണി ആയിക്കൊണ്ട് ഞാൻ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായിൽ നിന്ന് ആവശ്യത്തിനുള്ള പണം വാങ്ങി നൽകാം. ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ എം പിമാരെയും കൂട്ടി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണാൻ പ്രിയങ്ക ഗാന്ധി പോയത്. പക്ഷേ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് അക്കമിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കത്താണ് ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്നത്. ആദ്യം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുള്ള വീഴ്ച ചർച്ച ചെയ്യൂ. സംസ്ഥാന സർക്കാർ എന്നാണ് ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകിയത്? ആ റിപ്പോർട്ട് നൽകുന്നതിന് മുൻപ് തന്നെ 140 കോടി രൂപ വീതം 2 തവണയായി മുൻകൂറായി സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാർ നൽകി. ദുരന്ത നിവാരണ ഫണ്ട് അഡ്വാൻസായി കേരളത്തിന് നൽകുകയായിരുന്നു. നിലവിൽ 780 കോടിയിലധികം രൂപയാണ് സംസ്ഥാനത്തിന്റെ ഖജനാവിൽ സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ടിലുള്ളത്. ആ പണം എന്തുകൊണ്ട് വയനാട്ടിലെ പുനർനിർമ്മാണത്തിന് ഉപയോഗിച്ചില്ല? ആ പണം ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ട് വയനാട്ടിലെ തകർന്ന വീടുകൾ ശരിയാക്കി കൊടുത്തില്ല? വീട് നഷ്ടപ്പെട്ടവർക്ക് എന്തുകൊണ്ട് പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകിയില്ല? സംസ്ഥാന സർക്കാർ സ്വന്തം നിലയിൽ പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ എവിടെ ചെലവഴിച്ചു? സംസ്ഥാനം ഈ ദുരന്തമുണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങൾ വന്നിരുന്ന സഹായത്തിനായി അഭ്യർത്ഥിച്ചുവല്ലോ. പത്രങ്ങളിൽ വലിയ മുഴുനീള പരസ്യങ്ങൾ നൽകി, വൻതോതിൽ പണപ്പിരിവ് നടത്തി. ഈ പിരിച്ചെടുത്ത പണം ആർക്ക്, എന്തിന്, എവിടെ ചെലവഴിച്ചു? ഈ ചോദ്യമാണ് കേന്ദ്രം ഉന്നയിക്കുന്നത്. 780 കോടി രൂപ നിങ്ങളുടെ ഫണ്ടിലുണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് ആ പണം ചെലവഴിച്ചില്ല? അതിൽ സംസ്ഥാനം പറയുന്ന കണക്ക് ഹെലികോപ്റ്റർ ചെലവും അതുപോലെ സൈന്യത്തിനുള്ള ചെലവും അടക്കം 150 കോടി രൂപ ചെലവഴിച്ചു എന്നാണ്. പോട്ടെ, 780 കോടി രൂപയിൽ 150 കോടി ചെലവഴിച്ചാലും ബാക്കിയുള്ള 630 കോടി രൂപ എവിടെ പോയി? ആ 630 കോടി രൂപ കൊണ്ട് എത്രമാത്രം വീടുകൾ നിർമ്മിക്കാം? എന്തുകൊണ്ട് അത് ചെയ്തില്ല? ഈ ചോദ്യത്തിന് മാത്രം സംസ്ഥാനത്തിന്റെ പക്കൽ മറുപടിയില്ല. ഞങ്ങൾ 2219 കോടി ചോദിച്ചു, ആ കോടി തന്നില്ല എന്ന് നിരന്തരം വിലപിക്കുന്ന മുഖ്യനും നമ്മുടെ ധനമന്ത്രിയും അക്കമിട്ട് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നു. അതേസമയം ഹൈക്കോടതി ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിച്ചു. നിരവധി ആളുകൾ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ഹർജി പരിഗണിച്ച ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയോട് വിശദമായ കാര്യങ്ങൾ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ദുരന്തത്തിന് എത്ര രൂപ കേരളത്തിന് അനുവദിച്ചു, എത്ര രൂപ കൈമാറി, ഇനി എത്ര രൂപ കൈമാറാനുള്ള സാധ്യതയുണ്ട് എന്ന ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. അതിന് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി ഒരു ദിവസത്തെ സാവകാശം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ കേസ് പരിഗണിക്കും വീണ്ടും കോടതി. നാളെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്.